ആദ്യം മനീഷ്, ഇപ്പോൾ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്നുള്ള പ്രഖ്യാപനം ഇതാ ജി സുധാകരൻ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. പാർട്ടിയുമായി ബന്ധപ്പെട്ട് ആ ബന്ധം വിച്ഛേദിക്കുന്നതിനെ കുറിച്ച് കൃത്യമായ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമ്പോൾ കോൺഗ്രസിന് പിന്തുണ സ്വീകരിക്കുമോ എന്നതിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ കോൺഗ്രസിന് പിന്തുണ ഉറപ്പിക്കാനാകുന്ന ഒരു സാഹചര്യമല്ലേ ഇപ്പോൾ ഉള്ളത്. അവിടെ കോൺഗ്രസ് ആ സീറ്റ് ഒഴിച്ചിട്ടിരിക്കുന്നു. പ്രതി 1.25 മണിക്കൂറാണ് ജി സുധാകരൻ വാർത്താ സമ്മേളനം നടത്തിയത്. അവസാനത്തെ 20 മിനിറ്റിന് മുൻപാണ് അദ്ദേഹം 15 മിനിറ്റ് മുൻപാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ നിലപാട് സ്വതന്ത്ര സ്ഥാനാർത്ഥി അമ്പലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുന്ന വിവരം പറഞ്ഞത്. ആദ്യത്തെ 1 മണിക്കൂറും 63 വർഷത്തെ തന്റെ പാർട്ടി ബന്ധവും പാർട്ടിയിലേക്ക് കടന്നു വന്നു തന്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ കാര്യമാണ് ജി സുധാകരൻ വിശദീകരിച്ചത്. പിന്നീടാണ് നേതാക്കൾക്കെതിരെ തുറന്നടിച്ചത്. ഗോവിന്ദ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിനെതിരെ ഒരു അക്ഷരം പോലും പറഞ്ഞില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ്. പക്ഷേ ജില്ലയിലെ നേതാക്കൾക്കെതിരെ വലിയ പരാമർശമുണ്ടായിരുന്നു. സജി ചെറിയാന്റെ ഭരണഘടനയിലെ കുന്തവും കുടച്ചക്രവും അടക്കമുള്ള കാര്യങ്ങൾ, പൊളിറ്റിക്കൽ ക്രിമിനലുകൾ, ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി അംഗം എച്ച് സലാമിനെതിരെ ഉണ്ടായിരുന്നു. എളമരം കരീം അന്വേഷണ കമ്മീഷന്റെ അന്നത്തെ കമ്മീഷനായിരുന്നു. എളമരം കരീമിനെതിരെയും കള്ള റിപ്പോർട്ട് തയ്യാറാക്കി നടക്കുമുള്ള രൂക്ഷ വിമർശനം. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിനെതിരെയും നേരിട്ട്, അതായത് പ്രത്യക്ഷത്തിൽ വിമർശനം അദ്ദേഹം ഉന്നയിച്ചില്ല. മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദ്യം ചോദിച്ചു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യം, അതായത് ജി സുധാകരന് സീറ്റില്ല എന്ന ചോദ്യത്തിന് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ പരിഹസിച്ച സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം സംബന്ധിച്ച് ചോദിച്ചപ്പോഴും അത്തരം വിഷയങ്ങൾ പ്രതികരിക്കാനില്ലെന്ന് പറഞ്ഞു. ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളടക്കം അവിടെ എത്തിക്കണ്ടപ്പോൾ പറഞ്ഞത് പാർട്ടിക്കെതിരെയും നേതാക്കൾക്കെതിരെയും ഒരു അക്ഷരം പോലും പറയാൻ പാടില്ലെന്ന് അഭ്യർത്ഥന നൽകി. പക്ഷേ ജി സുധാകരൻ നിലവിൽ സജി ചെറിയാനും എളമരം കരീമിനും എച്ച് സലാമിനെതിരെയും മാത്രമാണ് വ്യക്തിപരമായ ആക്രമണം നടത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കെതിരെയും സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും ഒരു വാക്ക് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ്, പാർട്ടിക്കെതിരായ പാർട്ടി വിരുദ്ധ പ്രവർത്തനമല്ല. കാരണം താൻ നിലവിൽ സാങ്കേതികമായി പാർട്ടി അംഗമല്ല. അതുകൊണ്ട് തന്നെ പാർട്ടി ചിഹ്നത്തിനെതിരെ മത്സരിക്കുന്നതിൽ വലിയ അത്തരം പ്രശ്നങ്ങളില്ല, ധാർമ്മികമായ പ്രശ്നങ്ങളില്ല. ഒപ്പം തന്നെ തന്റെ അനുജൻ ജി ഭുവനേശ്വരൻ കൊല ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ കൊലപ്പെടുത്തിയത് കോൺഗ്രസുകാരാണ്, അതുകൊണ്ട് ആ പാർട്ടിയിലേക്ക് താൻ പോകുന്നു എന്ന് വിമർശിക്കുന്നവർക്ക് എന്ത് അധികാരമാണുള്ളത്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പിന്തുണ ഈ നിമിഷത്തിൽ തേടുന്നില്ല. പക്ഷേ എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ തനിക്ക് വേണം എന്ന് അദ്ദേഹം മുഴുവനായി പറയുന്നുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ UDFന്റെയോ കോൺഗ്രസിന്റെയോ BJPയുടെയോ മറ്റ് ഏതെങ്കിലും കമ്മ്യൂണിറ്റിയുടെ വോട്ടിനെ പറ്റി അദ്ദേഹം കൃത്യമായി പറയുന്നില്ല. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയിലെ എല്ലാ ഭൂമിശാസ്ത്രപരവും ജാതി സമവാക്യങ്ങളും പാർട്ടിയുടെ സംഘടന എഞ്ചിനീയറിംഗും അതിന്റെ എല്ലാ മിഷനറിയും പാർട്ടിയുടെ ജയപരാജയങ്ങളിലും ദുർബലതയും എല്ലാം കൃത്യമായി അറിയാവുന്ന ആളാണ്. പാർട്ടിയെ എവിടെ എങ്ങനെ അടിച്ചാൽ പ്രഹരമുണ്ടാകുമെന്ന് കൃത്യമായും അറിയാവുന്ന 63 വർഷത്തെ പാരമ്പര്യം പാർട്ടിയിൽ തന്നെയുള്ള ഒരു നേതാവ് എതിരാളിയായി എത്തുമ്പോൾ പാർട്ടിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പ്ലാൻ ചെയ്താണ് ജി സുധാകരന്റെ ഈ വാർത്താ സമ്മേളനം. അദ്ദേഹം മാധ്യമ വാർത്തകളെ ആദ്യം തള്ളിപ്പറഞ്ഞു. മാധ്യമങ്ങളുടെ പ്രചരണം ആദ്യഘട്ടത്തിൽ താൻ കോൺഗ്രസിലേക്ക് എത്തുന്നു, കോൺഗ്രസ് പാളയത്തിൽ നിന്ന് മത്സരിക്കാനെത്തുന്നു അടക്കമുള്ള വാർത്തകൾ മാധ്യമങ്ങൾ പടച്ചുവിടുന്നു അടക്കമുള്ള കാര്യങ്ങൾ വിമർശനം ഉണ്ടാക്കി. ഒപ്പം തന്നെ ദേശാഭിമാനിക്കെതിരെ കടന്നാക്രമണം നടത്തി. ദേശാഭിമാനി തന്റെ വികസന വാർത്തകളിൽ വികസനത്തെപ്പറ്റി അല്ലെങ്കിൽ താൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി ഒരു വാർത്ത പോലും ദേശാഭിമാനി നൽകുന്നില്ല. അങ്ങനെ പാർട്ടി മുഖപത്രത്തിനെതിരെ ജി സുധാകരൻ ആഞ്ഞടിച്ചു. മറ്റു മാധ്യമങ്ങൾക്കെതിരെയും മുഴുവനായി പറയുമ്പോൾ അത്തരം പ്രചരണങ്ങൾ നടത്തിയെന്ന വ്യാഖ്യാനം നൽകിയിരുന്നു. പക്ഷേ അവസാനം അദ്ദേഹം അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയാണ്. സംഘടനാ വിരുദ്ധ പ്രവർത്തനമല്ലെന്ന് പറയുന്നു. എന്താണെങ്കിലും അമ്പലപ്പുഴ പാർട്ടിയിൽ മാത്രം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആകമാനം വലിയ കോളിളക്കം ഉണ്ടാക്കുന്നു ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം. ഇത് സംബന്ധിച്ച് ഇനി പാർട്ടി എന്ത് തരത്തിലുള്ള നിലപാടെടുക്കും? ഇന്ന് വാർത്താ സമ്മേളനം കഴിയും വരെയും കീഴ്ഘടകങ്ങൾക്ക് കൊടുത്ത നിർദ്ദേശം ഒരു തരത്തിലുമുള്ള പ്രകോപനം ജി സുധാകരനെതിരെ പാടില്ല എന്ന് കൃത്യമായ നിർദ്ദേശം ഇന്നലെ ജില്ലാ സെക്രട്ടറിയേഷൻ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടി അങ്ങനെ പ്രതിരോധിക്കും. ജി സുധാകരനെതിരെ സംഘടനാപരമായി തന്നെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമോ? ഒപ്പം തന്നെ ജി സുധാകരൻ നടത്തിയിട്ടുള്ള സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ കമ്മീഷൻ റിപ്പോർട്ട് നിലവിൽ ഉണ്ട്. അതായത് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ എച്ച് സലാമിനെ തോൽപ്പിക്കാൻ വേണ്ടി ജി സുധാകരൻ ശ്രമിച്ചു അതടക്കമുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിനെതിരാണ് ജി സുധാകരൻ ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത്. അത് കള്ള റിപ്പോർട്ടാണ്, അത് എളമരം കരീമിന്റെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്റെ പരാമർശങ്ങൾ കൂടുതൽ പുറത്തേക്ക് ഇടുമോ? ഒപ്പം തന്നെ ജി സുധാകരൻ അന്ന് അധികാരത്തിലുള്ള സമയത്ത് നടത്തിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ പൊടി തട്ടിയെടുക്കാനുള്ള നീക്കം CPMന്റെ ഭാഗത്തുണ്ടാകും. ഒപ്പം തന്നെ അമ്പലപ്പുഴ സ്ഥാനാർത്ഥിത്വത്തിലടക്കം ഒരു പുനർചിന്തനം പാർട്ടി ആലോചിക്കുന്നുണ്ട്. അവിടെ എച്ച് സലാം ജനകീയനാണെങ്കിൽ കൂടി അവിടെ ഈ മണ്ഡലത്തിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ കുറച്ചുകൂടി സ്വാധീനമുള്ള, കുറച്ചുകൂടി ജനപിന്തുണയുള്ള, ജനങ്ങൾക്ക് അമ്പലപ്പുഴയിൽ പ്രത്യേകിച്ച് പുന്നപ്രയിൽ വൈകാരികമുള്ള VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിനെ മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള ഒരു അടിത്തട്ട് ആലോചന, പ്രാഥമിക ചർച്ച CPMൽ നിന്നിൽ പുരോഗമിക്കുകയാണ്. ആ ചോദ്യം ഉയർന്നപ്പോൾ ജി സുധാകരൻ പറയുന്നുണ്ട് ഞാൻ സ്വതന്ത്രനല്ലേ എന്ന്. അങ്ങനെ VA അരുൺകുമാർ മത്സരിച്ചാലും ഞാൻ സ്വതന്ത്രൻ
സ്വതന്ത്രനല്ലേ എന്നുള്ള കാര്യം അദ്ദേഹം തിരിച്ചൊരു മറുപടിയായി പറയുന്നുണ്ട്. തിരിച്ചെത്താം